ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യുന്നത്. മൈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടോടെ ചമ്മാട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരാളെ വീട്ടിൽ കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അപ്പോൾ അവിടേക്ക് എൻ്റെ ഫ്രണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്തോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എന്തിനോ കയറി. പിന്നെ അവൾക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ടൊരു ഷോപ്പ് കയറിയേ. അങ്ങനെ അവിടെ കുറച്ചായിട്ട് നിന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി അവിടെ നിന്ന് പോന്നു. നമ്മൾ വെക്കേഷൻ സമയത്ത് പ്ലാൻ ആക്കാൻ തുടങ്ങിയതാണ് എങ്ങോട്ടെങ്കിലും പോവാന്നുള്ളതൊക്കെ. ബട്ട് നമുക്ക് അന്നൊന്നും പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബസ്സിലൊക്കെ കയറി അവിടെ എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് പാടത്ത് കൂടെ അങ്ങനെ പോവാണ് കേട്ടോ. നല്ല രസീന്. മീനൊക്കെ പിടിക്കുന്നുണ്ട് കുട്ടികൾ, ചൂണ്ടൊക്കെ ഉണ്ടാക്കാണ്. ചെരുപ്പ് പൊട്ടി. അതിന് എന്താ നമ്മള് ചില്ല അപ്പം ഞങ്ങട്ട് ക്യാമറ മാനേജിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ എല്ലാതും. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ പാടന്നെ നമ്മളെ വീട്ടുകാരി നമുക്ക് വെള്ളമൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വ്ളോഗ് എടുക്കണേ അങ്ങനെയൊക്കെ പറയണ കേട്ടോ. ഇതാണ് ഞമ്മള് അങ്ങനെ പറയുന്നത്. ഇതാണ് മിന്നഹ, ഇതാണ് മാജി. ഇവർ രണ്ടാളാണ് എൻ്റെ വീഡിയോ ഫുള്ളൊക്കെ എടുത്തേ കുറേ. അപ്പോൾ നമ്മൾ അടുത്ത ചർച്ച എന്തൊക്കെ സാധനം ഇവിടെ ഉണ്ട്, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെയാണ്. ഭംഗിയുണ്ട് ഭംഗിയുണ്ട്. നമുക്കിത് കാണിച്ച ഒന്ന് ക്ലോസ് അപ്പ് എടുത്ത്. അപ്പോൾ ഇത് റിൻഹ, ഇതിൻ്റെ ഫ്രണ്ടാണ്. അത് റിസ, അതും എൻ്റെ ഫ്രണ്ടാണ്. ഇത് മാജി, മാജി എൻ്റെ ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. മാജിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓള് പാവ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്സ് പറഞ്ഞാൽ എനിക്ക് +1 നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വലിയ ബോണ്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അവരായിട്ട്. നമുക്ക് നമ്മളായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഫ്രണ്ട്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. +2 ആവാൻ സമയത്ത് +1 ലാസ്റ്റിലൊക്കെയാണ് ഇവരായിട്ട് കൂടുതൽ കമ്പനി ആയതും ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയത്. നമുക്ക് എന്തോ ഓപ്പണായിട്ട് ചെയ്യുക, ഓപ്പണായിട്ട് പറയുക, അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സില്ലേ, അവരാണ് കേട്ടോ ഇത്. ഭയങ്കര സ്നേഹമൊക്കെയാണ് വ്ളോഗ് എടുക്കണോണ്ട്. അല്ലെങ്കിൽ പാവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവരെ കുറച്ച് പണിയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനും മിനഹയും കൂടെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണ്ടിനു. അതിന് കടയിൽ പോയതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, അൻഷിഫ എനിക്ക് ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നമ്മളെ പിള്ളേരുണ്ട്, നോക്കൂ. ഹായ്. അങ്ങനെ ഇവിടെ തകൃതമായ പണിയിലാണ്. കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഏൽപ്പിച്ച് പോയതാ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഫ്രൈഡ് റൈസിനുള്ളത് സെറ്റാക്കി കൊണ്ടുവയ്ക്കാൻ. ഞാനവിടെ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഗാർലിക് ചിക്കനും ഇവള് ഫ്രൈഡ് റൈസും ഉണ്ടാക്കിയിട്ട് നിൽക്കുക. അപ്പോഴത്തേനും ഇവിടെ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു. ഞങ്ങൾ പൊറോട്ട അടിക്കട്ടാ. ഓരോ ഫുഡ് കുറച്ച് നേരം വയ്ക്കുന്ന പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ ഫുഡ് ട്രൈപോഡ് വരല്ലേ, പക്ഷെ ഡിസൈനാണ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശമൊക്കെ സെറ്റായി. കുറച്ചുകൂടെ ഫ്രൈഡ് റൈസ് സെറ്റ്.
എന്താണ് എന്റെ റെസിപ്പി പറഞ്ഞ? റെസിപ്പി ഗാർലിക് ചിക്കൻ. അപ്പൊ ഇതാണ് കേട്ടോ ഗായ്സ് നമ്മളുടെ റിസയാണ് അളക്കണത്. റിസക്ക് ഇതൊക്കെ അറിയാം. റിസക്ക് അളക്കാൻ മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് അവളെ ഉമ്മ പോവാണ് പറഞ്ഞ്. അപ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ചിലപ്പോൾ ഇതിൽ വരുമ്പോൾ നമ്മളോട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് പോവാണേ. അടിപൊളി കുട്ടിയാണ്. നല്ല നമ്മള് ടേസ്റ്റ് നോക്കാണ്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും പാകം ചെയ്തത് അടിപൊളിയാണ്. ടേസ്റ്റ് നോക്കിയില്ല. ടേസ്റ്റ് നോക്കണ്ട് ഏതായാലും അടിപൊളിയായിട്ട് ഗായ്സ് ഇതാണ് ഞങ്ങൾ അൻഷിഫ ഉണ്ടാക്കിയത് ഇതാണ്. എന്തെന്ന് പറഞ്ഞെങ്കിൽ ഗാർലിക് ചിക്കൻ ഏതോ അൻഷിഫ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൽ മീനുണ്ടാക്കിയ ചോറുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യുവാലും ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന്. ഞങ്ങൾ കഴിക്കാനായപ്പോൾ 4 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരാൻ ലേറ്റ് ആയതും പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാക്കലൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റ് ആയതാണ്. ഞങ്ങൾ പിക്ക് എടുക്കാനായിട്ട് പാടത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു കുട്ടീനെയും കൂടെ കൂട്ടാണ് നമുക്ക് പിക്ക് എടുത്ത് തരാൻ. ഈ ഇതുണ്ടല്ലോ എന്താ പറയാ, ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മള് ചില്ലാണ്. ഇവിടെ സ്ഥലം നോക്കണ്ട കേട്ടോ. നമ്മള് ഗൈസ് ഇവിടൊക്കെ ചളിയാണ് ഗൈസ്. ഇവിടെ കൊറേ മൊണ്ണ കുട്ടികളുണ്ട്. മാറിക്ക ഗൈസ്. അപ്പൊ നമ്മൾ ഇത് പെട്ട ഒരു പോയാണ്. കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്. അത് നല്ല വൃത്തിയുള്ള കുട്ടി. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് ഭൂമിയെ സ്വർഗം സ്വർഗത്തിലാണ് ഭൂമി. അതാണ് സ്വർഗത്തിലാണ് ഭൂമി. നമ്മള് പോവാൻ കേട്ടോ. അൻഷിഫാന്റെ വ്ളോഗ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യാ. സോറി, യൂട്യൂബ് ചാനൽ. നമ്മൾ പോവുകയാണ്. ബൈ ബൈ. എന്ത് നാളെ കാണാല്ലേ. ബൈ ബൈ. വലൈക്കും അസ്സലാം. ബൈ ഗൈസ്.